സഞ്ജു സാംസണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം നൽകുന്നത് സംബന്ധിച്ച് സെലക്ഷൻ കമ്മിറ്റിയിലും തർക്കം നടന്നതായി റിപ്പോർട്ട്. സഞ്ജു വേണമെന്ന് കോച്ച് ഗൗതം ഗംഭീർ വാദിച്ചെങ്കിലും അജിത് അഗാർക്കറും രോഹിത് ശർമ്മയും വിയോജിച്ചു. സഞ്ജുവിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ സഞ്ജുവിന്റെ ആരാധകരും രംഗത്തെത്തി. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തതിന് പിന്നാലെയുള്ള വിവാദങ്ങൾ തുടരുകയാണ്. രണ്ടാം വിക്കറ്റ് കീപ്പറായി സഞ്ജുവിനെ പരിഗണിക്കണമെന്ന് കോച്ച് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും നായകൻ രോഹിത് ശർമ്മയും വിയോജിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശുഭ്മൻ ഗില്ലിനെ ഉപനായക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിലും ഭിന്നാഭിപ്രായമുണ്ടായി. ഹാർദിക് പാണ്ഡ്യയ്ക്ക് അവസരം നൽകണമെന്നാണ് ഗൗതം ഗംഭീർ വാദിച്ചത്. അതിനിടെ സഞ്ജുവിന്റെ പേരിൽ ഉയർന്ന വിവാദം കത്തിപ്പടരുകയാണ്. KCA ഭാരവാഹികളുടെ ഈഗോ സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുന്നുവെന്ന വിമർശനം ഉന്നയിച്ച് ശശി തരൂരാണ് വിവാദങ്ങളുടെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. തരൂരിനെ പ്രതിരോധിച്ചും സഞ്ജു സാംസനെ കടന്നാക്രമിച്ചും KCA പ്രസിഡന്റ് തന്നെ രംഗത്തെത്തി. ഞാൻ അവൈലബിൾ ആകുമ്പോൾ ഒന്ന് കളിക്കാനുള്ളതാണോ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ? അദ്ദേഹത്തിന് തോന്നുമ്പോൾ ക്യാമ്പിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ വന്ന് കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സഞ്ജുവിനെ പരസ്യമായി വിമർശിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ സഞ്ജു സാംസന്റെ ആരാധകരും രംഗത്തെത്തി. സമൂഹ മാധ്യമങ്ങളിൽ KCA നിലപാട് തള്ളി രൂക്ഷമായ ഭാഷയിലാണ് ഭാരവാഹികൾക്കെതിരെ സഞ്ജു ആരാധകർ പ്രതികരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.